ലേൺ ലൈഫിലേക്ക് സ്വാഗതം. മനുഷ്യബന്ധങ്ങളുടെ യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ അനുഭവങ്ങളിലൂടെ തന്നെ അവതരിപ്പിക്കുന്ന ഒരു ചാനലാണ് ലേൺ ലൈഫ്. ജീവിതം പഠിക്കുക, എന്നിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഈ ചാനൽ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാന ആദർശം. ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ഈ ചാനൽ വളരെയധികം ശ്രദ്ധ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. വളരെ സന്തോഷം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ പങ്കുവച്ച വിഷയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഒരിക്കലും മക്കൾക്കൊപ്പം ജീവിക്കാൻ മുതിർന്ന പൗരന്മാർ, അത് പിതാവായാലും മാതാവായാലും, നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കരുതേ എന്ന് അപേക്ഷിച്ചു കൊണ്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. വളരെയധികം പേര് ആ എപ്പിസോഡിനോട് പ്രതികരിച്ചിട്ടുണ്ട്. വളരെ ചുരുക്കം ആളുകളുടെ പേരും അവരുടെ ചില കമൻറ്റുകളും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട് ആദ്യം. അതിനുശേഷം ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതിന് അനുബന്ധമായി ഒരു കാര്യം കൂടി പറയാനുണ്ട്. അത് മറ്റൊന്നുമല്ല, മക്കളോടൊപ്പം തന്നെ പല തരത്തിലും പുതിയ കാഴ്ചകൾ കാണാനും സിനിമ കാണാനും ഹോട്ടൽ ഭക്ഷണം കഴിക്കാനുമൊക്കെ പോകുന്ന ചില പേരൻസ്, പ്രത്യേകിച്ച് അമ്മമാർ അനുഭവിക്കുന്ന ചില സങ്കടങ്ങളുണ്ട്. ആ സങ്കടങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു 80 വയസ്സുള്ള ഒരു പാവം അമ്മ വിളിച്ചിരുന്നു. ആ വിഷയം സംബന്ധിച്ചിട്ടുള്ളതാണ് എപ്പിസോഡ്. അത് പിന്നീട് വിശദീകരിക്കാം. ആദ്യം കഴിഞ്ഞ എപ്പിസോഡിൽ വന്നിട്ടുള്ള ചില ആളുകൾ, കമൻ്റ് ഇട്ടിരുന്ന ചില ആളുകളുടെ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ജിഷ, ഡെയ്സി എബ്രഹാം, മോളി കുര്യാച്ചൻ, ലിസി, വിൽസൺ വിൻസി, അംബിക നായർ, സെലിന നൌഷ്, അതുപോലെ മറിയാമ്മ, നസ്രീന, ജോർജ് കുട്ടി തോമസ്, സന്ധ്യ, പുഷ്പ തുടങ്ങിയ ആളുകളുടെ പേരുകൾ ഞാൻ പറയുന്നു. ഇനിയും നിരവധി പേരുണ്ട്. അടുത്ത എപ്പിസോഡിൽ ഞാൻ അവരെക്കുറിച്ചും പറയുന്നുണ്ട്. ഇന്ന് ഈ വന്നിരിക്കുന്ന കമൻറ്റിൽ ഏറ്റവും ഹൃദയസ്പർശിയായി തോന്നിയ ഒരു കമൻറ്റ് കൂടി എടുത്തു പറയുന്നു. അത് അംബിക നായരുടെ ഒരു കമൻറ്റാണ്. 83 വയസ്സുള്ള ഒരു ആളാണ് അംബിക നായർ. അവരുടെ കമൻറ്റിൽ പറയുന്നത്, 8 വർഷമായി ഹസ്ബൻഡ് മരണപ്പെട്ടിട്ട് 2 മക്കൾ എന്നെ അവരുടെ കൂടെ കൊണ്ടുപോകുന്നതിനായി വന്ന് എന്നോട് പറഞ്ഞു, നിർബന്ധിച്ചു. പക്ഷേ ഞാൻ പോയില്ല. അതിൻ്റെ പേരിൽ പലരും എന്നെ കുറ്റപ്പെടുത്തി. പക്ഷേ ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അതുകൊണ്ട് ഞാനും എൻ്റെ മക്കളും ഇന്നും പരസ്പരം സ്നേഹത്തോടെയും സഹായിച്ചും ജീവിക്കുന്നു. ഇതാണ് അംബിക നായരുടെ കമൻറ്റ്. വളരെ നല്ല ഒരു കമൻറ്റായി എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത്. ധീരമായി 82ാമത്തെ വയസ്സിലും മക്കളോടൊപ്പം പോയി താമസിക്കാനില്ല എന്ന നിലപാടെടുത്തതുകൊണ്ട് ഞാനും മക്കളും ഇന്ന് സന്തോഷത്തോടെ കഴിയുന്നു എന്നാണ് അംബിക നായർ പറഞ്ഞതിൻ്റെ ചുരുക്കം. ആലോചിച്ചു നോക്കൂ. മക്കളെ ബുദ്ധിമുട്ടിക്കാതെ മാറി നിന്നതുകൊണ്ട് തന്നെ 82 വയസ്സുള്ള അംബിക നായർക്ക് മനസമാധാനമുണ്ട്. അത് വാസ്തവമാണ്. ഇത്തരം മനസമാധാനം കിട്ടും എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഒരിക്കലും മക്കളോടൊപ്പം പോയി താമസിക്കരുതേ എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. കഴിയുമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് താമസിച്ച് സന്തോഷിക്കുക, അവരുടെ ബാധ്യത ആകാതിരിക്കുക. ഇനി വേറെ രസമുള്ള ഒരു കമൻറ്റ് ഈ മറിയമ്മയുടേതാണ്. മറിയമ്മ പൈ എന്നാണ് മുഴുവൻ പേര്. അല്ല, മറിയമ്മ അയ്പാണ്. 2 വരികളെ എഴുതിയിട്ടുണ്ട്. ഇല്ലേ ഇല്ല. അതായത് ഈ മക്കളോടൊപ്പം താമസിക്കാൻ പോകരുത് എന്നുള്ള എപ്പിസോഡിന് കമൻറ്റ് പറഞ്ഞത് ഇല്ലേ ഇല്ല, ഞങ്ങൾ പോവില്ല, ഞാൻ പോവില്ല എന്നാണ് അർത്ഥം. എനിക്കിഷ്ടപ്പെട്ട ഒരു കമൻ്റാണ്. നസ്രീന സ്ഥിരമായി ഈ എപ്പിസോഡുകൾക്ക് കമൻറ്റ് ഇടുന്ന ഒരു വ്യക്തിയാണ്. നസ്രീന പറഞ്ഞിരിക്കുന്നത് സത്യസന്ധമായ വാക്കുകൾ. ഞാനും അങ്ങനെ തീരുമാനിച്ചു എന്നുള്ളതാണ്.
മറ്റൊന്ന് ജോർജ് കുട്ടി, അത് ഞാൻ നേരത്തെ പേരുകൾ വായിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഇതൊക്കെയാണ്. ഇനിയും അടുത്ത എപ്പിസോഡിൽ മറ്റുള്ളവരുടെ കമൻറ്റുകൾ പരാമർശിക്കുന്നുണ്ട്. ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവന്നത്. ഏകദേശം 10,000-ലേക്ക് ആളുകൾ വ്യൂവേഴ്സ് ആയി കഴിഞ്ഞ ഒരു എപ്പിസോഡായിരുന്നു കഴിഞ്ഞ തവണത്തേത്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 80 വയസ്സോളമുള്ള ഒരു വീട്ടമ്മ കഴിഞ്ഞ ദിവസം ഫോണിൽ വിളിച്ച് സംസാരിച്ച ഒരു കാര്യമാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അവർ പറഞ്ഞത്, സാറ് പറഞ്ഞത് വളരെ അക്ഷരം പ്രതി ശരി തന്നെയാണ്. മക്കളോടൊപ്പം താമസിച്ചാൽ നമുക്ക് മനസമാധാനം ഇല്ലാതാകും, അവരും നമ്മളും തമ്മിൽ ശത്രുതയിലാകും. അതെല്ലാം ശരി തന്നെയാണ്. പക്ഷേ എൻ്റെ അനുഭവത്തിലുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം. അത് സാർ മറ്റുള്ളവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. അത് മറ്റൊന്നുമല്ല, വാർദ്ധക്യമൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ ഈ മക്കൾ പുറത്തു പോകുന്ന സമയത്ത് ക്ഷണിച്ചാലും അവരോടൊപ്പം പോവരുത്. അവരോടൊപ്പം ഒരു കാര്യത്തിലും അത്യാവശ്യം വന്നാൽ പോകാം, ആശുപത്രിയിലേക്ക് പോകണമെന്നോ അങ്ങനെയുള്ള അത്യാവശ്യങ്ങൾക്ക് പോകാം. പക്ഷേ അവരും മക്കളും കൂടി ചേർന്ന് പാർക്കിൽ പോയാൽ, ബീച്ചിൽ പോയാൽ, ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയാൽ, അങ്ങനെയൊക്കെ അവർ സന്തോഷിക്കാൻ പോകുമ്പോൾ അവർക്ക് ബാധ്യതയായി വലിയ ആരോഗ്യമൊന്നും ഇല്ലാത്ത മാതാവോ പിതാവോ കൂടെ പോകരുത് എന്നാണ് ഈ വീട്ടമ്മ എന്നോട് പറഞ്ഞത്. അത് തന്നെ ഒരു എപ്പിസോഡ് ആക്കണം എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ വിവരം നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പലപ്പോഴും എൻ്റെ ശ്രദ്ധയിലും വന്നിട്ടുള്ള ഒരു കാര്യമാണിത്. ഈ പലപ്പോഴും പാർക്കിലൊക്കെ പോകുമ്പോൾ ഈ മകൻ, മരുമകൾ, കുട്ടികളും ഒക്കെയായി വളരെ സന്തോഷത്തോടു കൂടി വരുമ്പോൾ അവർക്ക് പിന്നിലായി പതുക്കെ നടക്കാനും വയ്യ, ബുദ്ധിമുട്ടി ഈ ഒന്നുകിൽ ഭർത്താവിൻ്റെ അമ്മ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഭാര്യയുടെ അമ്മയായിരിക്കാം, അവർ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. പാവം ഈ അമ്മമ്മയ്ക്ക് വീട്ടിലിരുന്നൂടെ എന്ന് ഞാൻ തന്നെ സ്വയം ചിന്തിച്ചു പോയിട്ടുണ്ട്. ഈ മക്കൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, പുറത്തു പോകുമ്പോൾ അമ്മയെ കൂടി വിളിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് എന്ത് തോന്നും എന്ന് കരുതി മകൻ ചിലപ്പോൾ മുൻകൈ എടുക്കും. അമ്മയെ വരൂ പോകാം. മകൻ ഇങ്ങനെ വിളിക്കുമ്പോൾ ശരിക്കും ചില ഭാര്യമാർക്ക് അപ്പം തന്നെ അനിഷ്ടം തോന്നും. ഈ വയ്യാത്ത അമ്മയെ എന്തിനാ നിങ്ങൾ വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് അവർ രഹസ്യമായി ഭർത്താവിനോട് ചോദിക്കുകയും ചെയ്തേക്കാം. പക്ഷേ അമ്മ എന്ത് കരുതും, നമുക്ക് അമ്മയെ കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ അമ്മ ഒറ്റയ്ക്കാവില്ലേ, അമ്മ കൂടി വരട്ടെ എന്ന് ചിലപ്പോൾ ഈ മകൻ എന്ന് പറയുന്ന ഭർത്താവ് ഭാര്യയോ പറഞ്ഞ് സമാധാനിപ്പിക്കും. ഒടുവിൽ അവർ ഗത്യന്തരമില്ലാതെ ഭർത്താവ് പറഞ്ഞത് വെച്ചുകൊണ്ട് തന്നെ അവരും ശരി എന്നാൽ കൂടെ വരട്ടെ എന്ന് പറഞ്ഞ് അമ്മയെ വിളിക്കും. വിളിക്കാത്ത താമസം അമ്മ അപ്പം തന്നെ ഒരുക്കം തുടങ്ങും. അമ്മ അണിഞ്ഞൊരുങ്ങി ഇവരുടെ കൂടെ, ഇവരൊക്കെ വിളിച്ചത് ആത്മാർത്ഥമായിട്ടുള്ള ക്ഷണമാണെന്ന് കരുതി ഈ പാവം ഈ അമ്മ ഉടനെ തന്നെ സാരിയും ഉടുത്ത് ഇവരുടെ കൂടെ ഇറങ്ങും. എന്നാൽ നടക്കാൻ നന്നായിട്ട് കഴിയുമോ? ഇല്ല, ആരോഗ്യ പ്രശ്നമുണ്ട്, നടക്കാൻ കഴിയില്ല. കൂടുതൽ നടന്നാൽ കാലുവേദന വരും. അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ കിതപ്പുണ്ടാകാം, വാർദ്ധക്യത്തിൻ്റെ അസുഖങ്ങളല്ലേ, അപ്പോൾ അതൊക്കെ ഉണ്ടാകാം. അങ്ങനെ വരുമ്പോൾ മകനും മരുമകളും മക്കളും വളരെ സന്തോഷത്തോടെ വേഗത്തിലൊക്കെ നടക്കുമ്പോൾ ഈ അമ്മുമ്മ കതച്ച് നടക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് പതുക്കെ അവിടെ നിൽക്കും. കാരണം കിതപ്പ് തീർന്നിട്ട് പിന്നെ നടക്കാനായിട്ട്. അപ്പോൾ കാണാത്തത് കൊണ്ട് ഈ മകനും മരുമകളും ഒക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മ അവിടെ നിൽക്കുകയാണ്. അമ്മയെ എന്താ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് അവർ ഓടി അടുത്ത് പോകും. പിന്നെ അമ്മയെ പിടിച്ചോണ്ട് നടക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തിനാണ് ഇങ്ങനെ നിങ്ങളുടെ മകനെയും മരുമകളെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവർക്കൊപ്പം കിതച്ചും ശ്വാസം പിടിച്ചും ഈ കാല് വേദനിച്ചും ഒക്കെ നിങ്ങൾ പിന്നാലെ നടക്കണം? എന്തിനാണ്? പോകരുത്. മകനും മരുമകളും ഒക്കെ വിളിക്കുന്നത് അവർക്ക് അത് വിളിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് എന്ത് തോന്നും എന്ന് കരുതിയാണ് വിളിക്കുന്നത്. നിങ്ങൾ 100% കൂടെ പോകണമെന്ന് അവർക്ക് വലിയ ആഗ്രഹമില്ല, മനസ്സിലാക്കുക. അത്
ശരിക്കും അത് പിന്നീട് ഈ മകനും മരുമകളും ഒക്കെ വയസ്സാകുമ്പം അവരുടെ മക്കളും ഇതേപോലെ കരുതും. അത് പ്രകൃതി നിയമമാണ്, സ്വാഭാവികമായും സംഭവിക്കുന്നത് തന്നെയാണ്, അത് നടക്കുകയും ചെയ്യും. പക്ഷെ നിങ്ങൾ അപ്പോൾ ചില ആളുകൾ ഇപ്പോൾ നെഗറ്റീവായി ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ലോകം കാണണ്ടേ, ഈ വാർദ്ധക്യം ബാധിച്ച വീട്ടിൽ തന്നെ അടയിരിക്കണോ, അതെല്ലാം അങ്ങനെ കാണുന്നത് എന്തിനാണ് എന്ന് ചിലർ ചോദിച്ചേക്കാം. അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അമ്മയെ ലോകം കാണിക്കണം, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ലോകം കാണണം. അതിനു വേണ്ടി ഒരു പ്രാവശ്യം നിങ്ങളെപ്പോഴെങ്കിലും കൊണ്ടുപോയി കാണിക്കൂ, അതിലൊന്നും കുഴപ്പമില്ല. അമ്മയ്ക്ക് പാർക്ക് കാണണമെന്നുണ്ടാകാം, ബീച്ച് കാണണമെന്നുണ്ടാകാം, ബന്ധു വീട്ടിൽ പോകണമെന്നുണ്ടാകാം. ഇതെല്ലാം തന്നെ നിങ്ങൾ ഈ പർട്ടിക്കുലർ ഒരു ദിവസം അമ്മയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുക. അമ്മയെ കൊണ്ടുപോയി എല്ലാം കാണിക്കാൻ വേണ്ടി നിങ്ങൾ പോവുക. അപ്പം അതിന് ഒരു സൗകര്യവും സമയവും നിശ്ചയിച്ച് പോകുമ്പോൾ അമ്മയ്ക്കും സന്തോഷമാകും. ഇത് അമ്മയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. പക്ഷേ നിങ്ങൾ പോകുമ്പോഴൊക്കെ അമ്മയെ കൂടെ കൂട്ടി സിനിമയ്ക്ക് പോവുക, അമ്മയെയും കൂട്ടി നിങ്ങൾ ബീച്ചിലും പാർക്കിലും കറങ്ങുക. നിങ്ങൾ പോകുമ്പോഴെല്ലാം അമ്മയെ കൊണ്ടുപോകണമെന്നുള്ള നിർബന്ധ ബുദ്ധി നിങ്ങൾ കാണിക്കരുത്. ഇനി അവർ അഥവാ മകനും മരുമകളും അങ്ങനെ ഒരു വിധം പറഞ്ഞാൽ, ക്ഷണം മാത്രമേ ഉള്ളൂ, അതിൽ ആത്മാർത്ഥതയില്ല എന്നുള്ളത് ഞാൻ പച്ചയ്ക്ക് നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. പ്രായമായ അമ്മമാരെ കൂടെ ഇതേപോലെ ബീച്ചോ പാർക്കിലോ മറ്റു സ്ഥലങ്ങളിലോ കൊണ്ടുപോകാൻ മക്കൾക്ക് മനസ്സുകൊണ്ട് മടുപ്പാണ്. അവർക്ക് വളരെ അപൂർവം പേര് അങ്ങനെ ചെയ്യുമായിരിക്കാം, എല്ലാവരും അല്ല, മഹാഭൂരിപക്ഷവും അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പൊതു തത്വം എന്നുള്ള നിലയിലാണ് പറയുന്നത്, മഹാഭൂരിപക്ഷം പേർക്കും അതൊന്നും വലിയ താല്പര്യം ഉള്ളതല്ല, മനസ്സുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ വിളിച്ചാലും പോകരുത്. ഇപ്പോൾ നേരത്തെ അംബികാ നായർ പറഞ്ഞതുപോലെയാണ് ഞാനും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ രസത്തിൽ നിങ്ങൾ ഒരു കരടായി മാറില്ല. ഇങ്ങനെ ഈ കതച്ചും ശ്വാസം മുട്ടിയും ഒക്കെ വലിഞ്ഞ് 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 നടക്കുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ മകനും അതേപോലെ മരുമകൾക്കും കുട്ടികൾക്കും ഒക്കെ കൊടുത്തുകൊണ്ട് വലിഞ്ഞു കയറി നടക്കാൻ പോകരുത്. നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ശരിക്കും മറ്റെന്തെല്ലാം ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. കാറുണ്ടോ, ഡ്രൈവറുണ്ടോ, നിങ്ങൾക്ക് അവരുടെ കൂടെ പോവാം, അവർ കൊണ്ട് കാണിക്കും. ഭർത്താവുണ്ടോ, നിങ്ങളും ഭർത്താവുമായിട്ട് നിങ്ങൾ ഒരു ദിവസം ഫിക്സ് ചെയ്തിട്ട് ആ ദിവസം എല്ലാവരുമായിട്ട് പോകാമെന്ന് നിങ്ങൾ നിശ്ചയിക്കൂ. അങ്ങനെ നിങ്ങൾക്ക് പോകാം. എന്തെല്ലാം ഓപ്ഷൻ ഉണ്ട്. റെസിഡൻസ് അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് പോകാം. പക്കത്ത് ഇതുപോലുള്ള പ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ അവരുമായിട്ട് ചേർന്ന് പോകാം. അങ്ങനെയൊക്കെ യാത്ര പോവുക എന്നുള്ളതല്ലാതെ മക്കൾ പോകുമ്പോഴൊക്കെ നിങ്ങൾ ഓടൻ ചാടി ഇറങ്ങി അവരോടൊപ്പം പോവരുത്. ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച്, പ്രായം എന്നത് ഞാൻ പറയുന്നില്ല, പ്രായമാകുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ആരോഗ്യ പ്രശ്നം ഉള്ളവരെ കാര്യമാണ് ഞാൻ പ്രധാനമായിട്ടും പറയുന്നത്. ഇനി ആരോഗ്യ പ്രശ്നം ഇല്ലെങ്കിലും കഴിയുമെങ്കിൽ അവരുടെ ഈ രസചരട് പൊട്ടിക്കാനായിട്ട്, അതിനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് നിങ്ങൾ പോകാതിരിക്കണം എന്നേ ഞാൻ പറയൂ. ഇനി മറ്റ് ചില കാര്യങ്ങൾ ഉണ്ട്. അതിൽ ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും ഈ ഒരു വിഷയത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, അതായത് നിങ്ങളുടെ മകനോ മകളോ തമ്മിൽ പലപ്പോഴും പിണക്കമുണ്ടാകുന്നതിൽ ഒരു കാരണം ഇതിങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവം കൂടിയുണ്ട്. പലയിടത്തുനിന്നും വരുന്ന വാർത്തകൾ അത്തരത്തിലുള്ളതാണ്. ചില സംഭവങ്ങളൊക്കെ എനിക്ക് എടുത്തു പറയാം, പക്ഷേ അത് പിന്നീടുള്ള എപ്പിസോഡിൽ ഞാൻ പറയാം. ഇങ്ങനെ വരുമ്പോൾ അമ്മയ്ക്ക് ഈ വഴിയിൽ വെച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇതാണ്. അത് പ്രധാനമായിട്ടും ചില സമയങ്ങളിൽ ഈ ബുദ്ധിമുട്ടുള്ള നടത്തയൊക്കെ വരുമ്പോൾ, ഇങ്ങനെ നടന്നൊക്കെ പോകുമ്പോൾ അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ശാരീരിക അവസ്ഥ മോശമായാൽ പിന്നെ അവരപ്പം ആശുപത്രി കൊണ്ടുപോകണം. അങ്ങനെയൊക്കെ പോകുമ്പോൾ തന്നെ നിങ്ങളുടെ ആ സന്തോഷത്തിൻ്റെ രസച്ചരടുകൾ പൊട്ടിപ്പോകുന്ന സംഭവങ്ങളും പലപ്പോഴും നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ ഉണ്ടാകാം. ചുരുക്കി ഞാൻ പറയാം, ദയവ് ചെയ്ത് ഇത് കേൾക്കുന്ന പ്രായമുള്ള അമ്മമാർ ഉണ്ടെങ്കിൽ മക്കൾ വിളിച്ചു എന്നുള്ള കാരണത്താൽ ഉടൻ ഇറങ്ങിച്ചാടി പുറപ്പെടരുത്. 2, ഇനി മക്കൾ വിളിച്ചില്ല, അവർ പോയി, ചില മക്കളോളം പറയും, അമ്മ ഞങ്ങളൊന്ന് പോയിട്ടൊക്കെ വരാം, അമ്മ ഇവിടെ ഇരിക്കണം, ഞങ്ങൾ പോയിട്ട് വരാം, അമ്മയ്ക്ക് സുഖമില്ലാത്തതല്ലേ, ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ശരിയായ നിലയിൽ അമ്മയെ അവിടെ ഇരുത്തുകയാണെങ്കിൽ ഉടൻ അതിനെതിരെ മുഖം കറുപ്പിച്ച് അവനും ഭാര്യയും കൂടി അഴിഞ്ഞാടാൻ ഇറങ്ങിയിരിക്കുകയാണ്, എന്നെ ഒന്ന് വിളിച്ചു പോലുമില്ല, ഞാൻ എന്താ വലിഞ്ഞു കയറി പോവുമോ
എന്ന് കരുതിയിട്ടാണോ? ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് ഇതേ സ്റ്റാൻഡ് എടുത്തിട്ട് അവിടെ ഇരുന്ന് മുഖവും വീർപ്പിച്ച് അന്ന് അവർ തിരിച്ചു വന്നാലും മുഖമൊന്നും അങ്ങ് തുറക്കില്ല. ചിലപ്പോൾ ഇവർ പുറത്ത് പോയി ഭക്ഷണം കഴിച്ചിട്ട് വരികയാണെങ്കിൽ അമ്മയ്ക്ക് ഒരു പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് വരും. ആ പാഴ്സലും ചിലപ്പം കഴിക്കില്ല. എനിക്ക് വേണം, നിങ്ങൾ തിന്നാൽ മതി, നിങ്ങളല്ലേ കറങ്ങാൻ പോയത് എന്ന് പറയുന്ന അമ്മമാരുമുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ചില പിതാവ് എന്ന് പറഞ്ഞാൽ ഈ മകൻ്റെ അച്ഛൻ എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾ പലപ്പോഴും, അതായത് പുരുഷൻ പലപ്പോഴും മാറി നിന്ന് കളയും. അവർക്ക് ഏകദേശമൊക്കെ കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് അവർ മാറിക്കളയും. പക്ഷേ ഈ അമ്മമാരാണ് പലപ്പോഴും ഇങ്ങനെ ഇറങ്ങി ചാടി പുറപ്പെടാൻ പോകുന്നത്. ഈ അവരുടെ ഭർത്താവ് ജീവിച്ചിരിപ്പോഴുള്ള അയാൾ പറയുന്നത് നമുക്ക് പോകണ്ടെന്നേ, അവർ ഭാര്യയും മക്കളൊക്കെ ആയിട്ട് അവർ പോട്ടെ, നമ്മൾ പോകണ്ട, നമുക്ക് പ്രായമായതല്ലേ, നമുക്കിവിടെ ഇരിക്കാം എന്ന് പറയുന്ന ഭർത്താക്കന്മാരുണ്ട്. അത് ശരിക്കും ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. പലപ്പോഴും അങ്ങനെ സംഭവിക്കാത്തിടത്ത കാര്യമാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് ചുരുക്കാം, നിങ്ങൾ കഴിയുമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ സ്വമനസാലെ പിൻവാങ്ങുക. എന്നിട്ട് അതിൻ്റെ പേരിൽ മക്കളോടും പിന്നെ മരുമക്കളോടും നീരസം കാണിക്കാതെ ഇരിക്കുക. ഇങ്ങനെ ചെയ്താൽ ഏറ്റവും നല്ലത്. ഇതാണ് പറഞ്ഞു വയ്ക്കുന്നത്. കാരണം ലേൺ ലൈഫാണ് നമ്മുടെ വിഷയം, ജീവിതം പഠിക്കുക. ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾ അയക്കൂ. ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ എപ്പിസോഡിൽ പറയാം. നിങ്ങൾ പറയുന്ന കമൻറ്റുകൾ മാത്രം നിങ്ങളുടെ പേര് പറയാം. ഇനി കമൻറ്റ് അയക്കുകയാണ് എൻ്റെ പേര് പറയരുതെന്ന് ബ്രാക്കറ്റിൽ കാണിച്ചാൽ അത് പറയുകയുമില്ല. ഇത് മാത്രമല്ല, ഇനിയും ഇതുപോലെ നിരവധി കാര്യങ്ങൾ പച്ചയ്ക്ക് നിങ്ങളോട് പറയുകയാണ് ഈ ചാനൽ. പച്ചയ്ക്ക് പറയുക എന്ന് പറഞ്ഞാൽ വസ്തുതാപരമായി യാഥാർത്ഥ്യ ബോധത്തോടുകൂടി പറയുകയാണ് ഈ ചാനൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലിനോടൊപ്പം എപ്പോഴും ഉണ്ടാകണം. കമൻറ്റും ലൈക്കും മറക്കുകയും ചെയ്യരുത്.